സഞ്ജു സാംസൺ വന്നാൽ എല്ലാം ശരിയാവും. കറക്റ്റല്ലേ? ഇപ്പം നമുക്കൊരു പ്രോപ്പർ ബാറ്റിംഗ് ഓർഡർ വന്നു. നമ്മുടെ ഓപ്പണർ കൂട്ടുകെട്ട്, ഹയസ്റ്റ് ഓപ്പണിംഗ് കൂട്ടുകെട്ടായി ഈ വേൾഡ് കപ്പിൽ. ഇതുവരെ ഡെക്കടിച്ച അഭിഷേക് ശർമ്മ 50 അടിക്കുന്ന, ഇന്നേ വരെ മര്യാദയ്ക്ക് ഒരു 6 അടിക്കാത്ത തിലക് വർമ്മ 6ൻ്റെ പൂരം, ഔട്ട് ഓഫ് ഫോമിലായ ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ്, പിന്നെ നമ്മുടെ നല്ല ബ്രില്യൻ സ്റ്റാർ തന്നെ സഞ്ജു സാംസണും, അതുകൂടാതെ സഞ്ജുവിനെ നല്ലൊരു ക്യാച്ചും. മൊത്തത്തിൽ ഇന്ന് ഇന്ത്യയുടെ ദിവസമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്ക പൊളിച്ച് കൈ തന്ന്. സൗത്ത് ആഫ്രിക്കേൻ്റെ കളി ഭംഗിയായി ഇന്ത്യക്ക് വേണ്ടി കളിച്ചു തന്നു. അതുകൂടാതെ ഇന്ത്യക്ക് കിട്ടിയ ചാൻസ് നല്ലോണം മുതലെടുത്ത് ഇന്ത്യ നല്ല ജയം ജയിച്ചു. അപ്പോൾ ഒരുപാട് പോസിറ്റീവ് ഉണ്ട് പറയാൻ, അതുപോലെ നെഗറ്റീവും. നമ്മൾ വെറും പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഉള്ളതുപോലെ പറയണമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം പോസിറ്റീവ് സൈഡ് നോക്കാം, എന്തൊക്കെയാണ് കാര്യങ്ങൾ. പോസിറ്റീവ് എടുത്ത് പറയാനില്ല. പോസിറ്റീവ് സഞ്ജുവിൻ്റെ വരുത്ത് തന്നെയാണ്. ഓപ്പണിങ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ സഞ്ജു ഓപ്പണിങ് ഇറങ്ങി തന്ന സ്റ്റാർട്ട്, ആ ബാക്ക് ഫുട്ടിലെ 2 6, ആ ഷോട്ടൊന്നും അത്ര എളുപ്പമല്ല. കക്ഷിൻ്റെ ഷോട്ട് പൊളിയാണ് മച്ചാനെ, പൊളിയാണ്. കക്ഷിൻ്റെ സ്റ്റാർട്ട് തന്നപ്പം തന്നെ നമ്മുടെ അഭിഷേക് ശർമ്മക്ക് നല്ലൊരു റിലാക്സേഷൻ, അല്ലെങ്കിൽ ഒരു പ്രഷർ കുറഞ്ഞു. അല്ലാതെ അഭിഷേക് ശർമ്മ ഒരു ഹിറ്ററാണ് സഞ്ജുവിനെ കാട്ടിയും. അപ്പോൾ കക്ഷി ഫുൾ പ്രഷറിലാണല്ലോ. അപ്പോൾ സഞ്ജുവിൻ്റെ ബ്രില്യൻ സ്റ്റാർട്ട് ശരിക്കും അഭിഷേക് ശർമ്മേൻ്റെ കളീനെ അത് എടുത്ത് കാണിക്കുന്നുണ്ട്. കക്ഷി ടൈം എടുത്ത് റിലാക്സ് എടുത്തിട്ടാണ് പിന്നെ കളിച്ചത്. അല്ലെങ്കിൽ ഫസ്റ്റ് ബോൾ 6 അടിക്കാൻ നോക്കുന്ന മനുഷ്യനാണ്. ലേശം കൂടി പക്വത കണ്ടിട്ടുണ്ട് ഇന്ന് അഭിഷേക് ശർമ്മേൻ്റെ കളിയിൽ. സഞ്ജുവിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ സ്റ്റാർട്ടൊക്കെ നല്ലത് തന്നെ, പക്ഷേ ലേശം കൂടിയും ഉത്തരവാദിത്യം ഏറ്റെടുത്ത് കളിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അറ്റ്ലീസ്റ്റ് ഒരു പവർ പ്ലേ കഴിയുന്ന വരെ സഞ്ജു അവിടെ വേണം. സഞ്ജു 50 എടുത്തോ, അല്ലെങ്കിൽ സെഞ്ചുറി അടിച്ചോ, അല്ലെങ്കിൽ എത്ര റൺ എടുത്തതെന്ന് പ്രധാനം തന്നെ. കക്ഷി ഒരു 6 ഓവേഴ്സ് കളിക്കുകയാണെങ്കിൽ എന്തായാലും എബോവ് 40 അല്ലെങ്കിൽ 50 വരെ അടിക്കും. അപ്പോൾ അത് എന്തായാലും നോക്കണം. അല്ലാതെ ഇങ്ങനത്തെ ഒരു സ്റ്റാർട്ട് കിട്ടിയിട്ട് അത് ലേശം കൂടി മേക്കപ്പ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഇഷാൻ കിഷാൻ, അല്ലെങ്കിൽ അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, അവരൊക്കെ സ്കോർ സഞ്ജുവിനെക്കാട്ടും കൂടുതലാണ്. പക്ഷേ എന്തായാലും സഞ്ജുവിന് നെഗറ്റീവ് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും സഞ്ജു അവസരം മുതലാക്കിയില്ലെന്ന്. മിനിമം ഒരു 50 പ്രതീക്ഷിച്ചു. കാരണം കോടിക്കണക്കിനുള്ള ആരാധകർ, ഫാൻസ് ഇന്ത്യൻ്റെ പുറത്തും, അതുകൂടാതെ ചെന്നൈയുടെ ഫുൾ സപ്പോർട്ടുണ്ടേനി. എന്നാലും സഞ്ജുവിന് ഒരു 50 അടിക്കാമായിരുന്നു. ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുണ്ട്. ലേശം കൂടി ഉത്തരവാദിത്തോടെ കളിക്കാൻ നല്ലതാണ്. പിന്നെ ഇന്ന് വരെ ഫോമല്ലാത്ത തിലക് വർമ്മ, കക്ഷി ഫിനിഷറാണ്. ഫിനിഷറിൻ്റെ റോളാണ് ഏറ്റെടുത്ത. കക്ഷി നല്ല കളിച്ചിട്ടുണ്ട്, എടുത്ത് പറയേണ്ട ഒരു തന്നെയാണ്. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ് എല്ലാവരും നല്ലോണം കളിച്ചിട്ടുണ്ട്. ശിവൻ തുമ്പേൻ്റെ 2 ഓവറിൽ 40-46 റൺ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അടുത്ത കളിക്ക് വെസ്റ്റ് ഇൻഡീസിന് കൂടിയാണ്. മൂപ്പർ ബോൾ ചെയ്യലുണ്ടാവില്ല, അത് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ മെയിൻ ഒരു കാര്യം നോക്കേണ്ടത്, വരുൺ ചക്രവർത്തിക്ക് അടി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ മുന്നോട്ട് പോകുമ്പം നമുക്ക് പണി കിട്ടാൻ എല്ലാ ചാൻസും ഉണ്ട്. വരുൺ ചക്രവർത്തിക്ക് അടി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിൽ ഇനിയിപ്പോൾ നെഗറ്റീവിലേക്ക് പറയുകയാണെങ്കിൽ, നമ്മുടെ ഓപ്പണിംഗ് ബോളർ ഹാർദിക് പാണ്ഡ്യയും ഹർഷദീപും. എൻ്റെ അഭിപ്രായത്തിൽ ഹാർദിക് പാണ്ഡ്യ അല്ല വേണ്ടത്, ഹർഷദീപും ജസ്പ്രീത് ബുംറ ചെയ്യേണ്ടേ. ഇനിയിപ്പം അങ്ങോട്ട് പോകുമ്പം വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ള കളി അതെന്തായാലും മാറണം. കാരണം ഓപ്പണിംഗ് സ്പെൽ, പവർ പ്ലേ എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലും ഒരു 2-3 വിക്കറ്റ് കിട്ടിയാൽ മതിയാവും. ഇന്നിപ്പം സിംബ ആയതുകൊണ്ട് അധികം എഫക്റ്റ് വന്നില്ല. എന്തായാലും ഹാർദിക് പാണ്ഡ്യ 1 ഡൗൺ ബോളിനാണ് നല്ലത് എൻ്റെ അഭിപ്രായം. പിന്നെ സിംബാബ്വേൻ്റെ ബെന്നറ്റ്, കക്ഷി ക്ലാസ് ഇന്നിങ്സാണ്. കക്ഷി പൊളിച്ചിരിക്കുന്നെന്ന്. കക്ഷിക്ക് എന്തായാലും ഇനിയിപ്പോൾ IPLിലേക്കൊക്കെ ചാൻസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഈ കക്ഷീനെ കളി കണ്ടിട്ട് ബ്രണ്ടൻ ടൈലറിൻ്റെ കളി പോലെയാണ് എനിക്ക് തോന്നുന്നത്.
ശരിക്കും സിംബാബ്വേയിലെ ഇർവിൻ വില്യംസിനൊക്കെ എടുക്കാമായിരുന്നു. എന്തേ അവരൊന്നും ഇല്ല ഞാൻ പോകും. ബ്രണ്ടൻ ടൈലർ കളിച്ചു, പക്ഷെ പരിക്ക് കാരണം കക്ഷി പോയി, സിംബാബ്വേയിലേക്ക് പോയതാണ്. അതിന് ശേഷമാണ് ഒരു റിപ്ലേസ്മെൻറ്റ് കളിക്കാരൻ വന്നത്, മൗറിൻ, അവൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായാലും എന്തുകൊണ്ടും ഇന്ന് നന്നായി ഇന്ത്യ ജയിച്ചത്. പക്ഷേ ഈ ഒരു ടീം എനിക്ക് തോന്നുന്നില്ല വെസ്റ്റ് ഇൻഡീസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സെമിയിൽ ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആവാം അവരുടെ കൂടെയൊക്കെ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ സിംബാബ്വെ ആയതുകൊണ്ട് നമ്മൾ അടിച്ച് ജയിച്ച്. സഞ്ജുവിൻ്റെ തിരിച്ചു വരവാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. വീണ്ടും സഞ്ജുവിൻ്റെ സ്റ്റാർട്ടാണ് നമുക്ക് അടിത്തറ തന്നത്. എന്തായാലും ഒരുപാട് പോസിറ്റീവ് ഉണ്ടെന്ന്, അപ്പം മുന്നോട്ട് പോസിറ്റീവ് ഉണ്ടോ എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇന്ത്യ വേൾഡ് കപ്പ് അടിക്കാൻ എനിക്ക് ചാൻസ് കാണുന്നില്ല. പിന്നെ റൺ റേറ്റ് ഇപ്പോഴും ഇന്ത്യ തേർഡാണ്. വല്ല കാരണവശാലും മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് കളി നടക്കാൻ പറ്റിയില്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് കയറും. പക്ഷേ അതിന് യാതൊരു ചാൻസ് ഇല്ല. മഴ പെയ്യാനും ഒന്നും തോന്നുന്നില്ല. മാർച്ച് 1-നാണ് കളി. വെസ്റ്റ് ഇൻഡീസിന് ഇടൂലേ എന്നാണ് ചോദ്യം. ഇന്ന് വെസ്റ്റ് ഇൻഡീസ് സ്വന്തം കുഴി തോണ്ടിയ പോലെയാണ് അവർ കളിച്ച് ആ കളി കൊണ്ടിട്ടാൽ സൗത്ത് ആഫ്രിക്കേൻ്റെ കൂടെ. എന്നാൽ മോസ്റ്റ്ലി ഇന്ത്യക്ക് എനിക്ക് തോന്നുന്നത് ന്യൂസിലാൻഡ് ആവാനാണ് ചാൻസ്, ഇന്ത്യയുടെ എതിരാളികൾ. കാരണം വെസ്റ്റ് ഇൻഡീസിൻ്റെ കൂടെ ജയിക്കാൻ തന്നെ വലിയ കടമ്പയാണ്. അതുകൂടാതെ ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ടോ, പിന്നെ വീണ്ടും ഫൈനൽ ആരായിരിക്കും. എന്തായാലും ഈ ഒരു ടീം വേൾഡ് കപ്പ് അടിക്കാൻ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഗംഭീറിനെയും സൂര്യകുമാർ യാദവിനെയും പുറത്താക്കണം, എന്നാലേ നമുക്ക് ഇന്ത്യൻ ടീമിന് ഗുണം എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ശ്രേയസ് അയ്യറും KL രാഹുലും നമ്മുടെ ഇന്ത്യൻ ടീമിലേക്ക് വരണം, 2020 ടീമിൽ. എന്നിട്ട് ശ്രേയസ് അയ്യർ ക്യാപ്റ്റനാവണം, അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ.